വേദപുസ്തകം പറയുന്നത്, എബ്രായ ലേഖനം 13-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം വരുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആമേൻ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. പല കാര്യങ്ങളിൽ തൃപ്തിപ്പെടാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ഒത്തിരി തൃപ്തിയില്ലാത്തൊരു കാലഘട്ടം. സത്യത്തിൽ ജോലിയിൽ തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ തൃപ്തിപ്പെടാത്ത ആൾക്കാരുണ്ട്. അടുത്ത ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ലഭിച്ച വാഹനത്തിൽ തൃപ്തിയുള്ളവരാണോ? അതിലും തൃപ്തിയില്ല. ഈ വാഹനം മാറ്റിയിട്ട് അടുത്ത വാഹനം ഏറ്റെടുക്കാനാണ്. ഇനിയും അടുത്തത് പാർക്കുന്ന വീടിന് തൃപ്തിയാണോ? അതും തൃപ്തിയില്ലാത്ത ഒരനുഭവങ്ങളാണ്. ഒന്നിനും തൃപ്തിപ്പെടാത്ത ഒരനുഭവം. ഇനി കുടുംബജീവിതത്തിലേക്ക് വരാം. വിവാഹം കഴിച്ചതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയാണ് കിട്ടിയത്, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭർത്താവിനെയാണ് കിട്ടിയതെന്നൊക്കെ നമ്മളെല്ലാവരും പറയാറുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തൃപ്തിയില്ലാത്ത അനുഭവം. പ്രിയ അജിൻ, നിസ്യ തൃപ്തിയാണോ? ഇല്ലേ? ഉണ്ടെന്ന് കേട്ടോ, നിങ്ങളാരും പേടിക്കണ്ട, ഉണ്ടെന്നാ പറഞ്ഞ. നിസിക്ക് അജിൻ തൃപ്തിയാണോ? ആണ്. സ്തോത്രം. അപ്പോൾ ഞാൻ ഈ ഓഡിയൻസിനോട് ചോദിക്കുന്നു, 40 വർഷമാകാം, 50 വർഷമാകാം, 35 വർഷമാകാം, 30 വർഷമാകാം വിവാഹം കഴിഞ്ഞിട്ട്. അച്ഛന്മാരെല്ലാം പറയണം, എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ വന്നത് എനിക്കൊരു അനുഗ്രഹമാണ് എന്നുള്ളൂ. വിവാഹം കഴിച്ചവർ മാത്രമേ കൈ ഉയർത്താവേ. എൻ്റെ ഭാര്യ എനിക്കൊരു അനുഗ്രഹം. അയ്യോ, ഞാൻ ഉയർത്തുന്നതിന് മുമ്പ് ഈ അച്ഛൻ കൈ ഉയർത്തി, 2 കൈ ഉയർത്തുക. സ്വന്തം. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഭാര്യ എനിക്കൊരു തൃപ്തിയാണ്, എനിക്കൊരു അനുഗ്രഹമാണെന്ന് പറയുന്നവർ ആ വിവാഹം കഴിച്ച സഹോദരന്മാരൊന്ന് കൈ ഉയർത്തിക്കുക. സഹോദരിമാർ ഇടക്കണ്ടിട്ട് നോക്കുക, നിങ്ങളെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്, ഒന്നോ നന്നായിട്ട് കൈ ഉയർത്തിക്കോ. ഇനി ഞാൻ സഹോദരിമാരോട് ചോദിക്കുകയാണ്, എൻ്റെ ഭർത്താവ് എനിക്കൊരു അനുഗ്രഹമാണ് എന്ന് പറയുന്നവർ ഒന്ന് കൈ ഉയർത്തിക്കുക. എൻ്റെ ഭർത്താവ് എനിക്കൊരു അനുഗ്രഹമാണ്. ഓക്കെ. ചിലർക്ക് 2 കൈ ഉയർത്തുകയാണ്, ചിലർക്ക് പകുതി ഉയർത്തുന്നുള്ളൂ. കാരണം തൃപ്തിയല്ലാത്ത അനുഭവങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, സൗന്ദര്യത്തിൽ തൃപ്തി അടയുന്ന ആളുകളുണ്ട്, ആരോഗ്യത്തിൽ തൃപ്തി അടയുന്ന ആളുകളുണ്ട്, ഒത്തിരി മേഖലകളുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചേ. അപ്പോൾ ഈ ഭാര്യ ചോദിച്ചു, അച്ഛാ എന്നെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്? അപ്പോൾ ഞാൻ ചായമായിട്ട് നീ എൻ്റെ അടുക്കൽ വന്നല്ലോ, വന്നപ്പോൾ തിരിച്ച് ചായ തന്നിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് നിൻ്റെ പുറകിലുള്ള നീളം കൂടിയ മുടി കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്നെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ ചായയായിട്ട് വന്നപ്പോൾ അച്ഛൻ ഒരു ചിരി ഇരിച്ചല്ലോ, അച്ഛൻ്റെ പല്ല് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കിച്ചൊരു വെള്ളം തരാമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, വെള്ളം തരാം. അപ്പോൾ വെള്ളം കൊണ്ടുവന്ന് വച്ചു. പറഞ്ഞു, ഏതായാലും ഉറങ്ങാൻ പോവുകയില്ലേ, ഈ പല്ല് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് 2 ഭാഗത്തെ പല്ലിളക്കി നേരെ ഗ്ലാസ്സിൽ വെച്ചു. അമ്മാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ദൈവമേ, ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഉറങ്ങാൻ പോവുകയില്ല അച്ഛാ, ഈ മുടി വേണ്ടല്ലോ എന്ന് പറഞ്ഞ് മുടി പാടെ ഇളക്കി നേരെ മേശപ്പുറത്ത് വെച്ചു. സത്യത്തിൽ കറക്റ്റ് രൂപം അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഇത് വലിയ മേക്കപ്പൊന്നുമില്ല, എല്ലാം നാച്ചുറലാണ്. കരമുയർത്തല്ലേ പറഞ്ഞട്ടെ. സൗന്ദര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പം കാണുന്ന സൗന്ദര്യമല്ല, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടും. ഒരു ഫാമിലി, ക്രിസ്തീയ ഫാമിലിയാണ്, ഒരിക്കൽ ഇസ്രായേലിലേക്ക് പോകാനുള്ള ഒരു ക്രമീകരണം അവർക്കുണ്ടായി.
നല്ല പ്രായം ചെന്നവരാണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇസ്രായേലിലൊന്ന് കാണണമെന്ന്. അപ്പോൾ ഇസ്രായേൽ പോയപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചുപോയി. മരിച്ചപ്പോൾ ഒത്തിരി സങ്കടമായി. ആ ടീം അംഗങ്ങൾക്ക് തന്നെ ഒത്തിരി ഭാരമായി. അപ്പോൾ അവരുടെ ആ ടീമിൻ്റെ ലീഡർ പറഞ്ഞു, അച്ഛാ, ഇവിടെ അടക്കം ചെയ്യാനുള്ള സംവിധാനമുണ്ട്, നാട്ടിലും കൊണ്ടുപോകേണ്ട സംവിധാനങ്ങളുണ്ട്. നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അമേരിക്കൻ ഡോളർ അനുസരിച്ച് ഏതാണ്ട് $2,500 വേണ്ടി വരും. $2,500. എന്നാൽ ഇവിടെയാണ് ചെയ്യുന്നതെങ്കിൽ $500 മതി. $500 മതി. അപ്പം അച്ഛൻ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്ത് കാശ് ചിലവായാലും വിഷയമല്ല, എൻ്റെ ഭാര്യയെ എനിക്ക് നാട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ ലീഡർ പറഞ്ഞു, അങ്ങനെ കൊണ്ടുപോയാൽ നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും, വരുന്ന ആൾക്കാർക്കൊക്കെ, വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ പ്രയാസമാണല്ലോ, അതുകൊണ്ട് നമുക്കൊരു ക്രമീകരണം ചെയ്യും, ഇവിടെ തന്നെ അടക്കം ചെയ്യാം. വേണ്ട 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 വേണ്ട, എൻ്റെ ഭാര്യയെ അവിടെ തന്നെ കൊണ്ടുപോയി അടക്കം ചെയ്യണം. അപ്പോൾ അവസാനം ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ബ്രദർ വന്ന് പറഞ്ഞു, എന്തോ ഇത്രയും സ്നേഹം എന്നാ? എൻ്റെ മോനെ, എനിക്ക് സ്നേഹമുള്ളത് ഒന്നും കൊണ്ടല്ല. ഇവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചു. അത് ഇവിടെ അടക്കം ചെയ്തേ 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റെന്ന ആ മണ്ണിലാണ് എൻ്റെ ഭാര്യ അടക്കം ചെയ്താൽ ഇനി 3-ാം ദിവസം വല്ലം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാലോ വീണ്ടും ആ ഭാരം വഹിക്കണ്ടേ എന്നുള്ളതായ നിലയിലാണ് ഞാൻ നാട്ടിലെങ്കിലും കൊണ്ടുപോയി അടക്കം ചെയ്യാമെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, കൂടെ ഇങ്ങനെ ജീവിക്കുന്നതേ ഉള്ളൂ. ചിലരുടെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുമിച്ചൊക്കെ ഇരിക്കുകയായിരിക്കാം, ഒരുമിച്ചായിരിക്കും കാറിൽ യാത്ര ചെയ്യുന്നത്, ഒരുമിച്ചായിരിക്കാം വിവാഹത്തിന് വരുന്നത്. പക്ഷെ വീട്ടിൽ 2 പേരായിട്ടാണ് ജീവിക്കുന്നത്. ഒരു മുറിക്കകത്ത് തന്നെ 2 കട്ടിലിട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെ 2 മുറിയിൽ താമസിക്കുന്നവരുണ്ട്. എന്താ കാരണം? തൃപ്തിയില്ലാത്ത അനുഭവമാണ് ജീവിതം മുഴുവനും. അവൾ പറയുന്ന വാക്ക് ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ കഴിയുന്നില്ല, തമ്മിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. പ്രിയമുള്ളവരെ, തൃപ്തിയുള്ള ഒരു ജീവിതം എങ്ങനെയാണ്? ഇവിടെ കരം പിടിച്ചു കൊടുക്കുമ്പോൾ ദൈവദാസന്മാർ പറയുന്ന വാചകമുണ്ട്, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും. അപ്പോൾ സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും. സമ്പത്തിൽ ഉണ്ടായിരുന്ന സമയം ആ ഒരു കുടുംബത്തെ എനിക്ക് അറിയാം, നിങ്ങൾക്കും അറിയാം. ബൈബിൾ ഏറ്റവും നല്ല കഥാപാത്രമാണ്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുകയും ഏറ്റവും കൂടുതൽ കഷ്ടത വരുമ്പോൾ ആമൻ മാതൃകയാക്കുകയും ചെയ്യുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കഥാപാത്രമാണ് ഈ യോബ് എന്ന് പറയുന്ന ജോബ്. ആമേൻ. ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. 7000 ആട്, 3000 ഒട്ടകം, 500 ഏർക്കാള, 500 പെൺകഴുത, ദാസിദാസന്മാർ, 7 ആൺമക്കൾ, 3 പെൺമക്കൾ എന്നു വേണ്ട ആ ബഹുസമ്പന്നനായിരുന്ന മനുഷ്യൻ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കൊണ്ട് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. പക്ഷേ തൻ്റെ ഭാര്യ പറഞ്ഞൊരു വാചകമുണ്ട്, നീ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് നീയും പോയി മരിച്ചു കളയുക. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? സമ്പത്തുണ്ടായിരുന്ന സമയത്ത് ദേശത്ത് മാന്യതയുണ്ട്, ഉയർച്ചയുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ തൃപ്തിയല്ലാത്ത അവസ്ഥ വന്നു. അതുകൊണ്ട് ആ ഭാര്യ എന്ത് ചെയ്തത്? ആമേൻ, പോയി ചാകാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, സമ്പത്തുള്ളപ്പോൾ മാത്രമല്ല തൃപ്തി അടയേണ്ടത്, സമ്പത്തും നഷ്ടപ്പെടുമ്പോഴും. ഭർത്താവിന് ജോലി നഷ്ടപ്പെടുമ്പോൾ, വരുമാനം കുറയുമ്പോൾ ആമേൻ തൃപ്തിയോടുകൂടെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇനിയൊരു കുടുംബത്തെക്കുറിച്ച് എനിക്കറിയാം. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും. നമുക്ക് എപ്പോഴാ രോഗമൊന്നും വരുമെന്ന് എനിക്കറിയത്തില്ല. പലർക്കും രോഗങ്ങൾ വരാറുണ്ട്, ഭാരങ്ങൾ വരാറുണ്ട്. എന്നും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഞങ്ങൾ 5 പേരാണ്. എനിക്ക് 3 മക്കളെ ദൈവം എനിക്ക് നൽകി തന്നു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ, മറ്റുള്ള സമ്പത്ത് തരുന്നതിനേക്കാളും ആരോഗ്യം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഞങ്ങൾ 5 പേരും ആരോഗ്യത്തോടിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. എന്താ അങ്ങനെ പ്രാർത്ഥിക്കുന്നറിയാമോ?
സ്തോത്രം. ഒരു നിസാര രോഗം മതി സകല സമ്പത്തും നഷ്ടമായി തീരാൻ. അപ്പം രോഗം വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ രോഗം വരും, ബലഹീനത വരും, പ്രയാസങ്ങൾ വരും, സൗന്ദര്യം നഷ്ടമാകും. ലേയ, യാക്കോബ്, ആ ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിക്ക് ലേയ വിവാഹം കഴിച്ചെങ്കിലും നോട്ടം മുഴുവനും റാഹേലിനോടായിരുന്നു. ആമേൻ. അപ്പോൾ എപ്പോഴും തൃപ്തിയില്ലാത്ത അനുഭവം. എൻ്റെ പെങ്ങള് കല്യാണം കഴിച്ചിരിക്കുന്നൊരു പാസ്റ്ററിനെയാണ്, പാസ്റ്റർ ബിനുവി ജോൺ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ സർജറി ആയിരുന്നു, 2 കിഡ്നിയും ഫെയിലായി. അപ്പോൾ ഞങ്ങൾ 8 സഹോദരങ്ങളാണ്. അപ്പോൾ തൻ്റെ ഭാര്യയായ എൻ്റെ പെങ്ങൾ പറഞ്ഞു, ഞാൻ കൊടുക്കാം, എൻ്റെ ഭർത്താവിന് ഞാൻ കിഡ്നി എന്ത് ചെയ്യാം, കൊടുക്കാം. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞു, ഇല്ല, ഇതിൻ്റെ കൂടെ അല്പം കൂടെ കാശ് ചിലവാകുമായിരിക്കാം, വേറെ ആരെങ്കിലും കൊണ്ട് നമുക്ക് ക്രമീകരിക്കാം. 2 പേരും സർജറി ആകേണ്ട ആവശ്യമില്ല, രണ്ടാമത് നിൻ്റെ ഒരു അവയവം നഷ്ടപ്പെടുകയല്ലേ. അവൾ പറഞ്ഞ ഒറ്റ വാചകം ഇങ്ങനെയാണ്, ആമേൻ, വേറെ ആര് കൊടുത്താലും ഞാൻ കൊടുക്കുന്ന പോലെ ആകത്തില്ല. കാരണം ഈ 25 വർഷമായി എന്നെ സ്നേഹിച്ച, എന്നെ പോറ്റി പുലർത്തിയ, എന്നെ കരുതിയ, ആരെന്നെ തള്ളുമ്പോഴും, ആരെന്നെ അപമാനിക്കുമ്പോഴും, ആരെന്നെ മാറ്റി നിർത്തുമ്പോഴും എന്നെ മാറോട് ചേർത്ത് നിർത്തിയ എൻ്റെ ഭർത്താവിന് ഇത് കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിലേറെ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടോ ഈ ഭൂമിയിൽ? തൃപ്തിയുള്ള അനുഭവം. രോഗം വരുമ്പോൾ ഇട്ടേച്ചു പോകുന്നതല്ല കുടുംബജീവിതം. സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ഇട്ടേച്ചു പോകുന്ന ജീവിതമല്ല കുടുംബജീവിതം. ആ കുടുംബത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഈ സൗന്ദര്യം നഷ്ടപ്പെടാം പ്രിയമുള്ളവരെ, ഈ ആരോഗ്യം നഷ്ടപ്പെടാം. ഏറ്റവും നല്ലൊരു ഫാമിലിയാണ്, ആമേൻ, മോസസും സിപ്പോറ എന്ന് പറയുന്ന തൻ്റെ ഭാര്യയും. മോസസിന് ഒത്തിരി വൈകല്യമുണ്ട്. അദ്ദേഹം വിക്കി സംസാരിക്കുന്നത്, എടുത്തിയാട്ടക്കാരനാ, ഒറ്റയടിക്ക് ഒരാളെ കൊന്നിട്ടുണ്ട്, അത്രയും ദേഷ്യക്കാരനാ. പക്ഷെ ഇതെല്ലാം സഹിച്ചും പുറത്തും പോകാനുള്ള മനസ്സാർക്കുണ്ടായിരുന്നറിയാമോ? തൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. സിപ്പോറയോ തൻ്റെ മോസസിൻ്റെ വീട്ടുകാരെല്ലാം പറയുന്നത് കറുത്തവള, ജാതിയിൽ കുറഞ്ഞവള എന്നൊക്കെ പറയുമ്പോഴും മോസസ് കൈവിട്ടില്ല. അവൾ എൻ്റെ ഭാര്യ, ഞാൻ ചേർത്ത് നിർത്തും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ പ്രിയമുള്ളവർ? ഈ ഭൂമിയിൽ തൃപ്തി അടയുന്ന ഒരു കുടുംബജീവിതം നയിക്കപ്പെടുവാൻ ഇവിടെയുള്ള സകല കുടുംബങ്ങൾക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാത്സല്യ അജിനും പ്രിയ നിസിക്കും ദൈവത്തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജിൽ നിന്ന് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ആമേൻ. തൃപ്തി അടയാത്ത വ്യക്തികളായിരുന്നു നമ്മൾ ഓരോരുത്തരും. മാനവകുലത്തിനു വേണ്ടി പാപികളായിരുന്ന നമ്മെ, ദോഷികളായിരുന്ന നമ്മെ, അതിക്രമത്തിലായിരുന്ന നമ്മെ, ശത്രുക്കളായിരുന്ന നമ്മെ, ബലഹീനരായിരുന്ന നമ്മെ അവൻ തേടി വന്നത് ഒന്നും കണ്ടിട്ടല്ല. എൻ്റെ അരുമനാഥനായ യേശു സ്വർഗീയ മഹിമകളെ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ സകല പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ആമേൻ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥണയുന്ന കർത്താവുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മളെ ഒന്നും കണ്ടിട്ടല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിയോടുകൂടെ നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം, ആ സ്നേഹത്തിൻ്റെ മുന്നിൽ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ചാട്ടെ, ആ കരങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. പാപിയായിരുന്നൊരു കാലത്തും ആഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും ആഭക്തനായൊരു നാളിലും, ക്രൂശിലെ ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിലെ ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ.
എന്തോ കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല അതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല അതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാദിമംഗലം പഞ്ചായത്തിൽ ഏനാദിമംഗലം വില്ലേജിൽ തുണ്ടുവിളയിൽ ഷാലേം വീട്ടിൽ മിസ്റ്റർ ജോണി ജോണിൻ്റെയും മിസ്സിസ് ഏലിയമ്മ ജോണിൻ്റെയും മകൻ അജിൻ ജോൺ. ബ്രദർ അജിൻ ജോൺ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ചെന്നീറക്കര പഞ്ചായത്തിൽ ചെന്നീറക്കര വില്ലേജിൽ കോട്ടുപള്ളി മേമുറയിൽ വീട്ടിൽ മിസ്റ്റർ തോമസ് ഡാനിയലിൻ്റെയും മിസ്സിസ് ലീലാമ്മ തോമസിൻ്റെയും മകൾ നിസി മറിയം തോമസ്. സിസ്റ്റർ നിസി, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹത്തിന് തടസ്സമായി ഇന്ത്യൻ ഭരണഘടന നിയമം അനുസരിച്ചോ ദൈവിക വചന വ്യവസ്ഥ അനുസരിച്ചോ എന്തെങ്കിലും ന്യായമായ തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ മേലാലും മൗനം പാലിക്കുവാൻ കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ഈ മൗനം വിവാഹം നടത്തിക്കൊടുക്കുവാൻ സമ്മതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാത്സല്യ നിയുക്ത അജിൻ, നിയുക്ത നിസി വാത്സല്യ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു, സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവ തമ്പുരാൻ്റെ മുമ്പിലാണ് നിങ്ങളായിരിക്കുന്നത്. അഗ്നി ജ്വാലയ്ക്കത്ത് കണ്ണുള്ള ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത്. ഈ വിവാഹത്തിന് തടസ്സമായ രഹസ്യമായോ പരസ്യമായോ ന്യായമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ മേലാലും മൗനമായിരിക്കാൻ കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ മൗനം ഈ വിവാഹം നടത്തിത്തരുവാൻ സമ്മതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാത്സല്യ നിയുക്ത വരൻ അജിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ഈ നിസി മറിയം തോമസ് എന്ന യുവതിയെ നിന്റെ വിശ്വസ്ത ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ? മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിസിയെ മാത്രം സ്നേഹിച്ച് പോറ്റി പുലർത്തി ബഹുമാനിച്ച് ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാ കടപ്പാടുകളും ചെയ്തു കൊള്ളാമെന്ന് അജിൻ സമ്മതിക്കുന്നുവോ? ദൈവം അജിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാത്സല്യ നിസിയോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ഈ അജിൻ ജോൺ എന്ന ഈ യുവാവിനെ നിന്റെ വിശ്വസ്ത ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ? മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും അജിനെ മാത്രം സ്നേഹിച്ച് കീഴ്പ്പെട്ട് ബഹുമാനിച്ച് അനുസരിച്ച് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും ചെയ്തു കൊള്ളാമെന്ന് നിസി സമ്മതിക്കുന്നുവോ? ആമേൻ. തൻ്റെ മകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ദൈവസഭ ആമേൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതം മനസ്സിലാക്കിക്കൊണ്ട് 197ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹൽ പ്രസ്ഥാനമാണ് ചർച്ച് ഓഫ് ഗോഡ് പ്രസ്ഥാനം. അതിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റാണ് കേരള. കേരള സ്റ്റേറ്റിൽ 1400ഓളം ദൈവസഭയുണ്ട്. ഓവർസിയർ കൗൺസിൽ മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്. ഞങ്ങളുടെ പാസ്റ്റർ VP തോമസ് അവറുകൾ, അദ്ദേഹം കൗൺസിൽ മെമ്പറാണ്, സൺഡേ സ്കൂളിൻ്റെ പ്രസിഡൻ്റാണ്. അതുപോലെ സീനിയർ പാസ്റ്റേഴ്സ്, മറ്റുള്ള എല്ലാവരെയും ഓർ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ വിവാഹം നടത്തിക്കൊടുക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാകുകയാണ്. കൊയർ ആമേൻ ഒരുമിച്ച് പാടാം. ഈ സമയം ബഹുമാനത്തോടെ ഈ വിവാഹ ശുശ്രൂഷയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഇന്നീ മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിന്നടി കാനാവിൽ മണി പന്തൽ പന്തലങ്കരിച്ചു. നിന്നടി കാനാവിൽ മണി പന്തൽ പന്തലങ്കരിച്ചു. അന്നു രസമീഞ്ഞുണ്ടാക്കി എന്ന പോലിന്നേരം വന്നു. അന്നു രസമീഞ്ഞുണ്ടാക്കി എന്ന പോലിന്നേരം വന്നു. ഇന്നീ മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. പ്രിയമുള്ളവരെ, ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ആമേൻ. ഇവിടെ മിന്നില്ല, ഇവിടെ പൊന്നില്ല. ഇവിടെ മന്ത്രമില്ല, മന്ത്രകോടിയില്ല. ഇവിടെ കൊട്ടില്ല, ഇവിടെ കുരവയില്ല. ഇവിടെ തീയില്ല, ഇവിടെ മലരില്ല. പിന്നെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇവർ യോജിപ്പിക്കപ്പെടുന്നത്? ഏദൻ പൂങ്കാവനത്തിൽ ആദാമിനെ ഹവ്വയെയും യോജിപ്പിച്ച മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. കാനാവിലെ കല്യാണത്തിന് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവമാണ് ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്നത്. ഇവർ രണ്ടും വസ്തുക്കളല്ല, രണ്ടാത്മാക്കളാകയാൽ ഇവരെ യോജിപ്പിക്കുന്ന തൃപ്തത്തിൽ മൂന്നാമനാ പരിശുദ്ധാത്മാവാം ദൈവമാണ് ഇവരെ യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏത് വലിയ ഓഡിറ്റോറിയം ആയാലും എത്ര വലിയ പള്ളിയായാലും കർത്താവ് ഇറങ്ങി വന്നില്ലെങ്കിൽ ഒന്നുമില്ല. ആമേൻ. ഞങ്ങളുടെ ദൃശ്യമായ കരം കൊണ്ട് ഇവരെ യോജിപ്പിക്കുമ്പോൾ അദൃശ്യമായ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ ഇറങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ആമേൻ, തലയിൽ മൂടുപടമിട്ട് ഒരു നിമിഷം ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കൊയറിനോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ മേൽ പകരട്ടെ. ഏദൻ പൂങ്കാവനത്തിൽ ആദാമിനെയും ഹവ്വയെയും യോജിപ്പിച്ചവനായ ദൈവം പ്രിയാജിനെയും നിസിയെയും യോജിപ്പിക്കുമാറാകട്ടെ.
ഉടമ്പടി വാചകം ചൊല്ലുന്ന സമയമാണ്. പ്രിയ അജിനോട് ഞാൻ ആദ്യം ചോദിക്കും, അതിനുശേഷം നിസിയോട് ഞാൻ ചോദിക്കും. അജിൻ ജോൺ ആകുന്ന ഞാൻ, നിസി മറിയം തോമസ് ആകുന്ന നിന്നെ, നിസി മറിയം തോമസ് ആകുന്ന നിന്നെ എൻ്റെ വിശ്വസ്ത ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. എൻ്റെ വിശ്വസ്ത ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നതുവരെ, മരണം നമ്മെ വേർപിരിക്കുന്നതും വരെ, സുഖത്തിലും ദുഃഖത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും, ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സാഹചര്യത്തിലും നിസിയെ മാത്രം സ്നേഹിച്ച്, നിസിയെ മാത്രം സ്നേഹിച്ച്, പോറ്റി പുലർത്തി, ബഹുമാനിച്ച്, ഒരു ഉത്തമ ഭർത്താവിന്റെ എല്ലാ കടപ്പാടുകളും ചെയ്തു കൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ ദൈവസഭയുടെ മുമ്പാകെ ഉടമ്പടി വാചകം ചെയ്തു കൊള്ളുന്നു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വത്സല്യ, നിസി മറിയം തോമസ് ആകുന്ന ഞാൻ, നിസി മറിയം തോമസ് ആകുന്ന ഞാൻ, അജിൻ ജോൺ ആകുന്ന അങ്ങേ, അജിൻ ജോൺ ആകുന്ന അങ്ങേ എന്റെ വിശ്വസ്ത ഭർത്താവായി, എന്റെ വിശ്വസ്ത ഭർത്താവായി ഞാൻ സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നതുവരെ, മരണം നമ്മെ തമ്മിൽ വേർതിരിക്കും വരെ, സുഖത്തിലും ദുഃഖത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ആരോഗ്യത്തിലും, ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേ മാത്രം സ്നേഹിച്ച്, കീഴ്പ്പെട്ട്, അനുസരിച്ച്, ബഹുമാനിച്ച്, ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും ചെയ്തു കൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ ദൈവസഭയുടെ മുമ്പാകെ ഉടമ്പടി വാചകം ചെയ്തു കൊള്ളുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സർപ്പൂരമേ, ഓ ഹല്ലേലൂയ, സർപ്പൂരമേ, ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും എൻ മനമേ, സ്വർഗ്ഗസ്ഥനേ ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. ദൈവം സംയോജിപ്പിച്ച ദൈവം സംയോജിപ്പിച്ച സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ഒരുക്കിയവനായ ദൈവം, പ്രിയാജിനും നിസിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും, താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും, സൂര്യനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും, പ്രതിമാസ ചന്ദ്രനാൽ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും, സമൃദ്ധി കൊണ്ടും, ഭൂമിയിലെ സകല വസ്തുക്കൾ കൊണ്ടും, ഭൂമിയിലെ സമൃദ്ധി കൊണ്ടും ഇവരെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പിതാവേ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പാസ്റ്റർ സ്റ്റാൻലി അവർ വായിക്കും. ആമേൻ. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത്? 3-ാം വാക്യം. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനെ അവൻ സൃഷ്ടിച്ച അനാദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. മതി. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാദിമംഗലം പഞ്ചായത്തിൽ ഏനാദിമംഗലം വില്ലേജിൽ തുണ്ടുവിളയിൽ ശാലയം വീട്ടിൽ മിസ്റ്റർ ജോണി ജോണിൻ്റെയും മിസ്സിസ് ഏലിയമ്മ ജോണിൻ്റെയും മകൻ അജിൻ ജോൺ, പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ചെന്നിറക്കര പഞ്ചായത്തിൽ ചെന്നിറക്കര വില്ലേജിൽ കോട്ടുപള്ളി മേമുറയിൽ വീട്ടിൽ മിസ്റ്റർ തോമസ് ഡാനിയലിൻ്റെയും മിസ്സിസ് ലീലാമ്മ തോമസിൻ്റെയും മകൾ
ലിസി മറിയം തോമസ് ഇവർ തമ്മിൽ ഉടമ്പടി വാചകത്താൽ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്ന വിവരം ഞാൻ ഈ സദസ്സിന് മുമ്പാകെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രസിദ്ധപ്പെടുത്തിക്കൊള്ളുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആമേൻ, ദൈവം യോജിപ്പിച്ച ഈ മക്കളെ മനുഷ്യർ വേർപിരിക്കരുത്. ഈ വാചകം ഇവിടെ 3 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി ആമേൻ പറയുക. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നു മുതൽ ഇവർ അറിയപ്പെടുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അജിൻ ജോൺ. എല്ലാവരും കരങ്ങളെ അടിച്ച് അവരെ സ്വീകരിച്ചാലും ഒരു നല്ല ആമേൻ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു മിഷണറി കുടുംബം ഉടലെടുത്തിരിക്കുകയാണ്. സർവശക്തനായ ദൈവം സകല അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ മേൽ ദൈവം പകരട്ടെ.